അന്യോങ്. അങ്ങനെ കുറെ നാൾക്ക് ശേഷം ഞാൻ വീണ്ടും വന്നു. ഈ വരവിന്റെ പിന്നിലെ എന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ വാലന്റൈൻസ് ഡേക്കെങ്കിലും മര്യാദക്ക് വീഡിയോ ഇടണമെന്നാണ്. അതൊന്നും നടക്കാൻ പോളെന്ന് എനിക്കും എന്റെ വീഡിയോസ് കാണുന്ന നിങ്ങൾക്കും കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഇതൊന്നും ഇങ്ങനെ വിട്ടാ പറ്റൂലല്ലോ. എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ നല്ല നിലയിൽ എത്തിക്കണ്ടേ. അങ്ങനെ നമുക്ക് നല്ലൊരിടത്ത് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി കഷ്ടപ്പെടണം. ഞാനാണെങ്കിൽ കഷ്ടപ്പെടാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തില. മടിയെല്ലാം മാറ്റിവെച്ച് വീഡിയോ എടുക്കാന്ന് കരുതുമ്പോ അതിനുള്ള സമയവും സന്ദർഭമൊന്നും നമുക്ക് കിട്ടുന്നില്ല. എങ്ങനെയെങ്കിലും സമയം കണ്ടുപിടിച്ച് ചെയ്യാന്ന് വിചാരിച്ചാലോ എനിക്ക് അങ്ങോട്ട് മടിയാകും. ഈ ഫ്ലവർ ഇങ്ങനെ കോലി കുത്തി വെച്ചേക്കണ കണ്ടപ്പോ എനിക്ക് മറ്റേ ഉത്സവ പറമ്പില് ഉരുളക്കിഴങ്ങ് ഫ്രൈ വിൽക്കാൻ വെച്ച പോലെ തോന്നുന്നേ. പൊട്ടറ്റോ ഫ്രൈ ഓർത്തിരുന്നാ മതിയോ? ഇന്ന് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. വാലന്റൈൻസ് ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ റോസ് ഡേ വെച്ചിട്ടല്ലേ. എന്നാ പിന്നെ കുറച്ച് റോസാപ്പൂ അങ്ങ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. സ്ഥലപരിമിതികൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ സാധനങ്ങൾ മര്യാദക്ക് അങ്ങോട്ട് കാണിക്കാനൊന്നും പറ്റുന്നില്ല. ഇനി അങ്ങോട്ടേക്ക് ഞാൻ ചെയ്യാൻ പോകുന്നത് എനിക്ക് തീരെ അറിവില്ലാത്തൊരു കാര്യമോ. കാരണം എനിക്ക് ഈ ഫ്ലവർ ബൊക്കെ എങ്ങനെ പൊതിയണ്ടേന്ന് അറിയില്ല. ഇത് ഞാൻ കുറെ തവണ കുറെ പേപ്പറിലൊക്കെ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. എങ്ങനെയൊക്കെയോ കപ്പലണ്ടി പൊതിയുന്ന പോലെ ഞാൻ ഈ റോസാപ്പൂ ആകെ അങ്ങ് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എന്റെ വക ഹാപ്പി റോസ് ഡേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കണ്ട.